എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ സെഷനിൽ RS-D ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുകയും അവയുടെ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ഔട്ട്പുട്ട് പരിശോധിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായി ഈ സെഷനിൽ T ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെ നിർമ്മിക്കാമെന്നും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് ഔട്ട്പുട്ട് പരിശോധിക്കാമെന്നും ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. ടോഗിൾ അല്ലെങ്കിൽ T ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടിൻ്റെ നിർമ്മാണവും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിച്ചുറപ്പിക്കലും T ഫ്ലിപ്പ് ഫ്ലോപ്പ് നിർമ്മിക്കുന്നതിന് ഞങ്ങൾക്ക് 3 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് IC74LS10 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് IC7400 ആവശ്യമാണ്. മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് ഓരോ ICയും അതിൻ്റെ പാർട്ട് നമ്പർ പ്രിന്റ് ചെയ്ത് തിരിച്ചറിയുക. 3 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് IC74LS10 IC74LS10 ഒരു 3 ഇൻപുട്ട് നാൻഡ് ഗേറ്റിൻ്റെ ലോജിക്കൽ പ്രവർത്തനം നടത്തുന്നു. ഇത് ലോജിക് സർക്യൂട്ടുകൾ, അരിത്തമാറ്റിക് സർക്യൂട്ടുകൾ, മറ്റ് ഡിജിറ്റൽ സിസ്റ്റങ്ങൾ എന്നിവയുടെ ഭാഗമാകാം. IC74LS10 സാധാരണയായി 14 പിൻ ഡുവൽ ഇൻ ലൈൻ പാക്കേജിലാണ് വരുന്നത്. പിൻ ഡയഗ്രാമിൽ പിന്നുകൾ 7, 14 എന്നിവ യഥാക്രമം ഗ്രൗണ്ട് നെഗറ്റീവ്, പവർ സപ്ലൈ പോസിറ്റീവ് എന്നിവയ്ക്കായി അനുവദിച്ചിരിക്കുന്നു. ഈ ICയിൽ 3 സ്വതന്ത്ര നാൻഡ് ഗേറ്റുകൾ അടങ്ങിയിരിക്കുന്നു. അതേസമയം പിൻ 1, 2, 13 എന്നിവ ഇൻപുട്ടുകളും പിൻ 12 അതിൻ്റെ ഔട്ട്പുട്ടുമാണ്. പിൻ 3, 4, 5 എന്നിവ ഇൻപുട്ടുകളും പിൻ 6 അതിൻ്റെ ഔട്ട്പുട്ടുമാണ്. കൂടാതെ 9, 10, 11 എന്നീ പിന്നുകൾ ഇൻപുട്ടുകളും 8 അതിൻ്റെ ഔട്ട്പുട്ടുമാണ്. IC74LS10 പിൻ നമ്പർ 6നെ IC7400 പിൻ നമ്പർ 4ലേക്ക് കണക്ട് ചെയ്യുക. IC74LS10 പിൻ നമ്പർ 12നെ IC7400 പിൻ നമ്പർ 1ലേക്ക് കണക്ട് ചെയ്യുക. IC7400 പിൻ 2നെ പിൻ 6ലേക്കും പിൻ 3നെ പിൻ 5ലേക്കും കണക്ട് ചെയ്യുക. 7410 പിൻ 2നെ 7400 പിൻ 6ലേക്ക് കണക്ട് ചെയ്യുക. 7400 പിൻ 3ലേക്ക് 7410 പിൻ 4നെ കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ Q, Q ബാർ എന്നിവയ്ക്കായി പിന്നുകൾ 3, 6 എന്നിവയെ 2 ഔട്ട്പുട്ട് LEDകളുമായി കണക്ട് ചെയ്യുക. 5V DC പവർ സപ്ലൈ ഓണാക്കുക. ടോഗിൾ സ്വിച്ച് സ്ഥാനം 1 ഉയർന്നതും 0 സ്ഥാനം താഴ്ന്നതുമാണ്. ടോഗിളിൽ കാണിച്ചിരിക്കുന്ന ക്രമം അനുസരിച്ച് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുക. ടേബിളിലെ ട്രൂത്ത് ടേബിളിൽ നൽകിയിരിക്കുന്നത് പോലെ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വ്യത്യസ്തമായ ഇൻപുട്ടുകൾ അപ്ലൈ ചെയ്യുക. അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ലെവലും LEDകളുടെ നിലയും പരിശോധിച്ചറിയുക. LEDകൾ ഓൺ എന്നാൽ 1 എന്നും ഓഫ് എന്നാൽ 0 എന്നും അർത്ഥമാക്കുന്നു. അങ്ങനെ T ഫ്ലിപ്പ് ഫ്ലോപ്പിലെ വ്യത്യസ്ത ഇൻപുട്ടുകൾക്കായി LED Q, Q ബാർ എന്നിവയിലൂടെ അനുബന്ധ ഔട്ട്പുട്ടുകൾ കാണാൻ കഴിയും. ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് അവ പരിശോധിക്കുക. IC7476 പിൻ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. IC7476 എന്നത് 16 പിൻ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അതിൽ 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ അടങ്ങിയിരിക്കുന്നു. ഓരോന്നിനും സിംഗിൾ ഇൻലൈൻ പാക്കേജ് കൂടാതെ J അല്ലെങ്കിൽ ഡാറ്റ ഇൻപുട്ട്, K അല്ലെങ്കിൽ ഡാറ്റ ഇൻപുട്ട്, CLK ക്ലോക്ക് ഇൻപുട്ട്, CLR വ്യക്തമായ ഇൻപുട്ട്, PRE പ്രീസെറ്റ് ഇൻപുട്ട്, Q ഔട്ട്പുട്ട്, Q ബാർ കോംപ്ലിമെൻറ്റ് ഔട്ട്പുട്ട് എന്നിവ അടങ്ങിയിട്ടുണ്ട്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടുകൾ ഉൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകൾക്കായി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടിൻ്റെ നിർമ്മാണവും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചുള്ള പരിശോധനയും JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നിർമ്മിക്കുന്നതിന് നമുക്ക് ഒരു IC7476 ആവശ്യമാണ്. മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനായി ICയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കോഡ് നമ്പർ തിരിച്ചറിയുക. ബ്രെഡ് ബോർഡിന് മുകളിൽ ICയുടെ പിന്നുകൾ ശരിയായ സ്ഥാനത്ത് വച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക.
ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ബ്രെഡ് ബോർഡിലേക്ക് പിന്നുകളുടെ 2 ലൈനുകളും ശ്രദ്ധാപൂർവം വയ്ക്കുക. ജമ്പർ വയറുകൾ ഉപയോഗിച്ച് പിൻ നമ്പർ 13നെ ഗ്രൗണ്ട് അല്ലെങ്കിൽ GNDയിലേക്കും പിൻ നമ്പർ 5നെ +5 വോൾട്ട് സപ്ലൈ അല്ലെങ്കിൽ VCCയിലേക്കും കണക്ട് ചെയ്യുക. ക്ലോക്ക് ഇൻപുട്ടിലേക്ക് പിൻ നമ്പർ 1 കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാം അനുസരിച്ച് പിന്നുകൾ 4ഉം 16ഉം ഇൻപുട്ടുകളായ ഇൻപുട്ട് ടോഗിൾ സ്വിച്ചുകളായ JK എന്നിവയിലേക്ക് കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ പിന്നുകൾ 2ഉം 3യും ഇൻപുട്ട് ടോഗിൾ സ്വിച്ചുകളായ പ്രീസെറ്റ് ആയും ക്ലിയർ ആയും കണക്ട് ചെയ്യുക. പിന്നുകൾ 15ഉം 14ഉം ഔട്ട്പുട്ട് LEDകളായ Q ബാർ ആയി കണക്ട് ചെയ്യുക. ഡിജിറ്റൽ ട്രെയിനർ കിറ്റ് ഓണാക്കുക. ടേബിളിൽ നൽകിയിരിക്കുന്ന ക്രമം അനുസരിച്ച് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുക. ട്രൂത്ത് ടേബിളിൽ നൽകിയിരിക്കുന്നത് പോലെ വ്യത്യസ്ത ഇൻപുട്ടുകൾ J, K എന്നിവ അപ്ലൈ ചെയ്യുക. ടോഗിൾ സ്വിച്ച് പൊസിഷൻ 1 ഉയർന്നതും 0 പൊസിഷൻ താഴ്ന്നതും ആകുന്നു. കൂടാതെ LEDകളുടെ അനുബന്ധ ഔട്ട്പുട്ട് ലെവലുകളും നിലയും പരിശോധിക്കുക. LEDകൾ ഓൺ എന്നാൽ 1 എന്നും ഓഫ് എന്നാൽ 0 എന്നും അർത്ഥമാക്കുന്നു. ഇൻപുട്ട് പ്രീസെറ്റ് 0, ക്ലിയർ 0, JK ഡോണ്ട് കെയർ കണ്ടീഷൻ ഔട്ട്പുട്ട് 1 1. ഇൻപുട്ട് പ്രീസെറ്റ് 0, ക്ലിയർ 1, JK ഡോണ്ട് കെയർ കണ്ടീഷൻ ഔട്ട്പുട്ട് 1 0. ഇൻപുട്ട് പ്രീസെറ്റ് 1, ക്ലിയർ 0, JK ഡോണ്ട് കെയർ കണ്ടീഷൻ ഔട്ട്പുട്ട് 0 1. ഇൻപുട്ട് പ്രീസെറ്റ് 1, ക്ലിയർ 1, JK 0 0, ഔട്ട്പുട്ട് 0 Q. ഇൻപുട്ട് പ്രീസെറ്റ് 1, ക്ലിയർ 1, JK 0 1, ഔട്ട്പുട്ട് 0 1. ഇൻപുട്ട് പ്രീസെറ്റ് 1, ക്ലിയർ 1, JK 1 1, ഔട്ട്പുട്ട് ടോഗിൾ. ഇൻപുട്ട് പ്രീസെറ്റ് 1, ക്ലിയർ 1, JK ഡോണ്ട് കെയർ കണ്ടീഷൻ ഔട്ട്പുട്ട് Q ബാർ. അങ്ങനെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വ്യത്യസ്ത ഇൻപുട്ടുകൾക്കായി LEDകളായ Q ബാർ എന്നിവയിലൂടെ ബന്ധപ്പെട്ട ഔട്ട്പുട്ടുകൾ നിരീക്ഷിക്കുകയും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ഒരു മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടിൻ്റെ നിർമ്മാണവും ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് പരിശോധിച്ചുറപ്പിക്കലും. IC 7476, നോട്ട് ഗേറ്റ് IC 7404 എന്നിവ ഉപയോഗിച്ച് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ നിർമ്മിക്കാം. പാർട്ട് നമ്പർ ഉപയോഗിച്ച് ഈ ICകൾ തിരിച്ചറിയുക. ICകളുടെ കോഡ് നമ്പറിനും പിന്നുകൾക്കും കേടുപാടുകൾ ഇല്ലെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. ബ്രെഡ് ബോർഡിലേക്ക് പിന്നുകളുടെ 2 ലൈനുകളും ശ്രദ്ധാപൂർവം കൃത്യമായ സ്ഥാനത്ത് വയ്ക്കുക. IC 7476ൻ്റെ പിന്നുകൾ 13, 5 എന്നിവ യഥാക്രമം ഗ്രൗണ്ട് അല്ലെങ്കിൽ GND, +5 വോൾട്ട് സപ്ലൈ അല്ലെങ്കിൽ VCC എന്നിവയുമായി കണക്ട് ചെയ്യുക. ജമ്പർ വയറുകൾ ഉപയോഗിച്ച് IC 7404ൻ്റെ പിൻ 7, 14 എന്നിവ ഗ്രൗണ്ടിലേക്കും അല്ലെങ്കിൽ GND, +5 വോൾട്ട് സപ്ലൈ അല്ലെങ്കിൽ VCC കണക്ട് ചെയ്യുക. പിൻ 1ലേക്ക് ക്ലോക്ക് ഇൻപുട്ട് കണക്ട് ചെയ്യുക. IC 7476ൻ്റെ പിൻ 1നെ IC 7404ൻ്റെ പിൻ 1ലേക്ക് കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ IC 7404ൻ്റെ പിൻ 2നെ IC 7476ൻ്റെ പിൻ 6ലേക്ക് കണക്ട് ചെയ്യുക. IC 7476ൻ്റെ പിന്നുകൾ 4, 16 എന്നിവ ടോഗിൾ ഇൻപുട്ട് സ്വിച്ചുകളായ JK ഇൻപുട്ടുകളായി കണക്ട് ചെയ്യുക. സ്ഥാനം 1 ഉയർന്നതും സ്ഥാനം 0 താഴ്ന്നതുമാണ്. മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് പിൻ 15ൻ്റെ ഔട്ട്പുട്ടിനെ ഇൻപുട്ടായി സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് പിൻ 9നെ കണക്ട് ചെയ്യുക. മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് പിൻ 14ൻ്റെ ഔട്ട്പുട്ടിനെ ഇൻപുട്ടായി സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് പിൻ 12നെ കണക്ട് ചെയ്യുക. ഔട്ട്പുട്ട് LEDകൾ ആയ Q ബാർ ആയി മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പിന്നുകൾ 15ഉം 14ഉം കണക്ട് ചെയ്യുക.
MSJK ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടായി പിൻ 11ഉം പിൻ 10ഉം 2 ഔട്ട്പുട്ട് LED-കളായ Q ബാറുകൾ എന്നിവയുമായി കണക്ട് ചെയ്യുക. ക്ലോക്ക് പൾസിലേക്ക് പിൻ 1നെ കണക്ട് ചെയ്യുക. 5 വോൾട്ട് DC പവർ സപ്ലൈ ഓണാക്കുക. ടേബിളിൽ നൽകിയിരിക്കുന്ന ക്രമം അനുസരിച്ച് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുക. ട്രൂത്ത് ടേബിളിൽ നൽകിയിരിക്കുന്നത് പോലെ JK, MSJK എന്നിവയിലേക്ക് വ്യത്യസ്ത ഇൻപുട്ടുകൾ അപ്ലൈ ചെയ്യുകയും LED-കളുടെ അനുബന്ധ ഔട്ട്പുട്ട് ലെവലും സ്റ്റാറ്റസും പരിശോധിക്കുകയും ചെയ്യുക. LEDs ഓൺ എന്നാൽ 1 എന്നും ഓഫ് എന്നാൽ 0 എന്നും അർത്ഥമാക്കുന്നു. ഇൻപുട്ട് JK 0 0, മാസ്റ്റർ ഔട്ട്പുട്ട് 0 1, സ്ലേവ് ഔട്ട്പുട്ട് 0 1 എന്ന് സെറ്റ് ചെയ്ത് മാസ്റ്റർ ഔട്ട്പുട്ട് 1 0, സ്ലേവ് ഔട്ട്പുട്ട് 1 0 എന്നിവയിലേക്ക് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുക. ഇൻപുട്ട് JK 0 1, മാസ്റ്റർ ഔട്ട്പുട്ട് 0 1, സ്ലേവ് ഔട്ട്പുട്ട് 0 1 എന്ന് സെറ്റ് ചെയ്ത് മാസ്റ്റർ ഔട്ട്പുട്ട് 1 0, സ്ലേവ് ഔട്ട്പുട്ട് 0 1 എന്നിവയിലേക്ക് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുക. ഇൻപുട്ട് JK 1 1, മാസ്റ്റർ ഔട്ട്പുട്ട് 0 1, സ്ലേവ് ഔട്ട്പുട്ട് 1 0 എന്ന് സെറ്റ് ചെയ്ത് മാസ്റ്റർ ഔട്ട്പുട്ട് 1 0, സ്ലേവ് ഔട്ട്പുട്ട് 0 1 എന്നിവയിലേക്ക് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുക. അങ്ങനെ MSJK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വിവിധ ഇൻപുട്ടുകൾക്കായി LED-കളായ Q ബാർ വഴി അനുബന്ധ ഔട്ട്പുട്ടുകൾ ഒബ്സർവ് ചെയ്യുന്നു. RS ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, MSJK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നിവ നിർമ്മിക്കുന്നതിനും അവയുടെ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് റിസൾട്ടുകൾ പരിശോധിക്കുന്നതിനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. T ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, MSJK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നിവ നിർമ്മിക്കുന്നതിനും അവയുടെ ട്രൂത്ത് ടേബിളുകൾ ഉപയോഗിച്ച് ഔട്ട്പുട്ട് പരിശോധിക്കുന്നതിനുമുള്ള സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.